എനിക്ക് പുറത്തേക്ക് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞൂടായിരിക്കും എനിക്ക് റൂമിൽ പോകായോ. വളരെ വളരെ ഷോർട്ടായിട്ട് നിർത്തിയത് മനസ്സിലായ എനിക്ക് ഇതില്ല. വെള്ളിയാഴ്ച വരെയെങ്കിലും എന്താ പറഞ്ഞ ഞാൻ ആരോടും ഒന്നിനു വരില്ല. പ്ലീസ് അതിനെ കുറിച്ച് സംസാരിക്കല്ലേ. നീണ്ടും അതിലെന്നെ എന്തിനിങ്ങനെ പറയണേ. ഞാൻ വരാം. എല്ലാവരും പൊക്കോ പ്ലീസ്. പ്ലീസ് എല്ലാവരും പൊക്കോ പ്ലീസ്. പ്ലീസ് എല്ലാവരും പൊക്കോ. എല്ലാവരും പൊക്കോ. ഞാൻ എണിച്ച് പൊക്കോളാം. ആരും വേണ്ട. എല്ലാവരും പൊക്കോ. ശരണ്യാണെന്ന് പറഞ്ഞതാ. പ്ലീസ് നിങ്ങൾ ആരും ഇവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അവളാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങോട്ട് ഇരിക്കുന്നുള്ളൂ. അപ്പൊ ആളുകൾ എന്താ മോശമല്ലേ. ആ സമയത്ത് ആളാവാൻ വേണ്ടി പറഞ്ഞ പോലെ എനിക്ക് പോയത് മനസ്സിലായ ഞങ്ങളുടെ പറ്റിയായിരുന്നു. Like this sort of humor. Roles I could enjoy, I feel it's very cheap. Whatever we also did, I was not very comfortable with it. He knows. നമ്മുടെ ഡ്രാമയാണ് എല്ലാവരുടെയാ. See, I may be old. He generation different. You talking about this whole thing. It's like roast is supposed to raise a smile. You know, it's not supposed to be firing bullets in somebody's ass. അത് ഇവിടെ എനിക്ക് പേഴ്സണൽ ലൈഫിൽ അത് ഇഷ്ടമില്ല. ഐ ടോൾഡ് ഓർ ഓൾസോ. പിന്നെ അങ്ങനത്തെ റോസ്റ്റിംഗ് നമ്മൾ ചെയ്യാൻ വെച്ചാൽ പ്രേക്ഷകർക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ പിന്നെ മറ്റേ സാധനം അവർ പരത്തിട്ട് കുറ്റം ഉണ്ടാക്കണം. അവരുടെ വോട്ട് എവർ ഫ്രണ്ട്ഷിപ്പ് അതിനെ പറ്റി നമുക്ക് കമന്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഞങ്ങളുടെ മീറ്റിംഗ് ഒറ്റക്കാരെ പറഞ്ഞത് ക്ലാസ്സിനെ എടുത്ത് മാറ്റിയ കംപ്ലീറ്റ് മാറ്റിയത് കോൺസ്റ്റിറ്റ്യൂഷൻ മാനിക്കുക. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. റിലാക്സ്. ഇനി ഇതൊന്നും സമാധാനമായിട്ട് വന്നത് ഞങ്ങൾ പറഞ്ഞു. ഞാൻ ആ കുട്ടി കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഹേർട്ടായിട്ട് ഇനി മേലാരും പറയണ്ട. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞതാ. ആരുടെ പേര് പർട്ടിക്കുലർ എടുത്തിട്ടില്ല. ഞാൻ എല്ലാവർക്കും കൂടി പറഞ്ഞതാ. നമ്മൾ അവിടെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അവരുടെ ഫാമിലി കാണുമെങ്കിൽ വിഷമവർക്ക്. അല്ലാണ്ട് ആരെയും ഈ ഹൻസിബ എന്തിനാണോ പോകുന്നത്. ഇല്ല വരില്ല അവൾ കിടന്നു. ഞാൻ പോകും. എന്തായിരിക്കും ഞാൻ പറഞ്ഞ പോലെ ഇത്രയുള്ളൂ. ഞാൻ മനസ്സിലാക്കാൻ പോകുന്നു. ഞാൻ അതിലേക്ക് കാര്യം പറഞ്ഞു ഇത്രയുള്ളൂ. പുറകില്ല സമാധാനത്തിട്ട് ഹസ്ബൻഡ് കാണിക്കുന്നു. ഇവളുടെ സിറ്റുവേഷൻ നോക്കിയാണ്. അല്ലാതെ ഡയറക്ടർ അപ്പൊ നിങ്ങൾ ചെയ്തതിന്റെ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തത്? ആരുടെയും പേര് ഡയറക്ടർ പറയാതെ നിങ്ങൾ ആക്ട് ചെയ്തു. ഓക്കെ, ഈ ഡയലോഗ് ലാസ്റ്റ് വിളിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്ത ആക്ടിന്റെ
ഒരു പ്രസക്തി ഇല്ലാണ്ടായിപ്പോയി. അത് നിങ്ങൾ ഇന്റൻഷനി മനഃപൂർവ്വം നിങ്ങൾ നമ്മുടെ കാര്യം മനസ്സിലാക്കണം. ശരിയാണ്, ഞാൻ എന്റെ ഒപ്പീനിയൻ പറയുന്നത്. വൈകാണ്ടടക്കാന്ന് പറയുമ്പോഴത്തേക്കും നമ്മളത് കംപ്ലീറ്റ്ലി മാനിക്കണം. അറിയില്ല, അറിയത്തില്ല. അത് ശരിയല്ല അർജുന. അത് ശരിയല്ലോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റെ അമ്മ സത്യം ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്തെങ്കിലും അവിടെ നിന്ന് പ്രൊവക്കേഷൻ വന്നാലും നീ അങ്ങനെ ശ്രദ്ധിക്കാം കേട്ടോ ഞാൻ പറയുന്നത്. കണ്ടപ്പോഴാണ് പിള്ളേരെല്ലാം ഡള്ളായി മോനെ. കേട്ടോ പറയുന്നത് മനസ്സിലാക്കുക. ആവശ്യമില്ല പ്രൊവക്കേഷന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ആവശ്യമില്ലാത്ത ഒന്നും ഇതാക്കാൻ നിൽക്കണ്ട. അതിന് അവോയ്ഡ് ചെയ്ത് വിട്ടാൽ മതി. ബാക്കി എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ. അവരൊരു ഡിസിഷൻ എടുക്കട്ടെ.